ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഈ കാണുന്ന ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടുള്ളവരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് ഗോതമ്പ് കുത്തിയത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരു പ്ലേറ്റിൽ ഗോതമ്പും കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം എന്ത് ചെയ്യുക, ഗോതമ്പിലേക്ക് നന്നായിട്ട് കുടഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നന്നായിട്ട് ഉലക്ക വെച്ച് കുത്തി കൊടുക്കണം. അപ്പൊ ഇവിടെ ഉലക്കില്ലാത്താണ് ഞാൻ ആ കുഞ്ഞിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണേ, നന്നായിട്ട് കുത്തി കൊടുക്കണം. അപ്പൊ കുത്തിയിട്ട് ഇതിന്റെ തൊലി പോരുന്നില്ല എന്ന് പാത്രം വെച്ച് നോക്കി. അപ്പൊ ഉമ്മ പറഞ്ഞു, അന്റെ ഈ ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് കുത്തിയാലൊന്നും വരില്ല, അതിന് വേദനയ്ക്ക് വെച്ചിട്ടല്ല കുത്തേണ്ടത്, വലിയൊരു ചെമ്പിലെടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് കുത്തിക്കൂടുകയാണ്. അപ്പൊ ഞാൻ പിന്നെ ഒട്ടും കുറവാക്കണ്ടെന്ന് വെച്ച് നമ്മളെ വലിയ ചോറൊക്കെ ചെമ്പന്നെ എടുത്തിട്ട് അതിലേക്ക് ആ ഗോതമ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുത്തി കൊടുത്തിട്ട് അപ്പൊ ആ തൊലിയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വരുന്ന തൊലിനെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഈ ഗോതമ്പ് കഴുകിയെടുക്കുക. എന്നിട്ട് ദേ ഊറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈ തൊലി സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. തൊലി ഉള്ളപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര വേവിച്ചാലും ഗോതമ്പ് കണ്ട് വേവാത്ത പോലെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് അപ്പൊ ഇന്ത്യയിൽ കുറച്ച് കുത്ത് കുറവുള്ള കാരണം തന്നെ കുറച്ച് വേവും കുറവുണ്ടായിട്ട് അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ പാലൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ തൊലി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ആ തൊലി. ഇത് പോയാൽ തന്നെ ഗോതമ്പിന്റെ കുത്തിയതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ അതിന് ശേഷം നമ്മളിത് ഊറ്റിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള വെള്ളം ഒരു തരി ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് 5 വിസിൽ വന്നോട്ടെ. അതിനുശേഷം നല്ല കറുത്ത ശർക്കരയും, സാധാ ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല, ശർക്കരയും പിന്നെ തേങ്ങയും ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ വെന്ത് വന്നിട്ടുള്ള ഗോതമ്പിലേക്ക് അത്യാവശ്യം വെള്ളം ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര നന്നായിട്ട് എന്ത് ചെയ്യുക, അലിഞ്ഞു വരുമ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നേരെ അങ്ങോട്ട് സെർവ് ചെയ്യാം. വാചകടിച്ച് നിന്നപ്പോഴാണ് മനസ്സിലായത് ഫോണിലെ ചാർജ് തീർന്നു പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി. അത് കാരണം തന്നെ ഗോതമ്പ് കുത്തിയതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഗോതമ്പ് വെന്ത് വരുമ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം. പാല് വീട്ടിലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ മാത്രം ഏലക്കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഗോതമ്പ് കുത്തിയതിൻ്റെ റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ, കുത്തുന്നത് മാത്രമേ കുറച്ച് പണിയുള്ളൂ, ബാക്കിയൊക്കെ എല്ലാം എളുപ്പമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.